Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വർഷം ഒരു പ്ലാനും ഇല്ലാതെ നിങ്ങൾ പോകരുത്. നിങ്ങൾ ചുമ്മാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളൊരു പേനായും ഒരു ബുക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഫോണോ കയ്യിലെടുത്ത് നിങ്ങൾ ചിലത് ചെയ്യാൻ എഴുതി തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തും. ഏത് പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ കഷ്ടവും ഒരിക്കൽ അത് എക്സിറ്റാണ്, ഒരിക്കൽ അത് നമ്മളെ വിട്ടു എന്നും പെർമനന്റ് ആയിട്ട് നിൽക്കുകയില്ല. ഈ തുടക്കം കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഇത് ഏതാണ്ട് ഇതോടെല്ലാം തീരുമോ. അങ്ങനെയല്ല. ആ തുടക്കം വലിയ പ്രശ്നമാണെങ്കിലും അതിനെക്കാട്ടിൽ ആ പ്രശ്നം മറക്കുന്ന നിലയിലുള്ള ഒരു ബിഗിനിങ് നമ്മൾ ആരംഭിക്കാൻ പോവാം. അതാണ് ഈ ടേണിംഗ് പോയിന്റ്. നാം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 9 മുതൽ വീണ്ടും പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം അല്ലെങ്കിൽ പുറപ്പാടെന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരിക എന്ന അർത്ഥമാണ്. പുറത്തു കൊണ്ടുവരിക. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ടു പുൾ ഔട്ട് ഓഫ് വാട്ടർ, വെള്ളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. പുറപ്പാട് പുസ്തകത്തിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. മോശയെ ദൈവം വെള്ളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, വലിച്ചെടുത്തു. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനമെന്നാണ്. എന്നാൽ അവർക്ക് ദൈവത്തിൽ 100% വിശ്വാസമില്ലായിരുന്നു. അതാണ് നമുക്കവിടെ കാണാൻ കഴിയും. അവർക്ക് 100% വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. പലപ്പോഴും നമുക്ക് ദൈവമക്കൾ എന്നൊരു ടൈറ്റിലുണ്ട്. പക്ഷേ വേറൊരു വലിയ കാര്യമുണ്ട്, ദൈവവുമായിട്ട് ബന്ധമില്ല. ഇന്ന് അനേകർക്ക് ടൈറ്റില് മാത്രം മതി, ബന്ധമില്ല. നമുക്ക് ടൈറ്റിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടിയത് ബന്ധമാണ്, യേശുവുമായിട്ടുള്ള ബന്ധം. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ജനം മോശയെ ക്വസ്റ്റ്യൻ ചെയ്തത്. നമ്മളെല്ലാം പലപ്പോഴും പലരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയും വിമർശിക്കുകയും എപ്പോഴും അനാത്മീയ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട്, അല്ലാതെ നല്ല ആൾക്കാരായതുകൊണ്ടല്ല. ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ദൈവത്തെ ഭയം കാണും. ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തകർക്കുവാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല. നമുക്ക് വേണ്ടിയത് ടൈറ്റിലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷനല്ല, എന്തെങ്കിലും സ്ഥാനമാനങ്ങളല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് വേണ്ടിയത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ജോസഫ് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോടുള്ള അവന്റെ ബന്ധം വലുതായി. അവന്റെ സഹോദരന്മാർക്ക് ദൈവത്തോട് ബന്ധമില്ലായിരുന്നു. ജോസഫിന് ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നു. അവന്റെ സഹോദരന്മാർക്ക് ദൈവത്തോട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ജോസഫിനെ കുറ്റം പറയുന്നു, വിമർശിക്കുന്നു. തെറ്റിദ്ധാരണകൾ, ഭയം, അവിശ്വാസം, സംശയം ഇതെല്ലാമായിട്ടിരിക്കുക. എന്നാൽ വിശ്വസ്തയോടെ നിന്ന ജോസഫിന്റെ പുറകെ അവന്റെ സഹോദരന്മാർ വരേണ്ടി വന്നു. ക്ഷാമകാലത്ത് ദൈവമുള്ള ജോസഫിലേക്ക് നോക്കേണ്ടി വന്നു. ലോകത്ത് ക്ഷാമമൊക്കെ വന്നപ്പോ, പ്രശ്നങ്ങൾ വന്നപ്പോ പരിഹസിച്ച അവന്റെ സഹോദരങ്ങൾ
അവന്റെ ഇളയ സഹോദരനെ ഒരുപാട് പരിഹസിച്ചു, ഒരുപാട് പേരവനെ ശാസിച്ചു. പക്ഷേ അവൻ വിശ്വസ്തയോടെ പിടിച്ചു നിന്നതുകൊണ്ട് ഈ പരിഹസിച്ചവരും കളിയാക്കിയവരും പൊട്ടക്കണത്തിന് ഇട്ടവരും അപവാദം പറഞ്ഞവരും എല്ലാം ഈ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന ജോസഫിനെ നോക്കേണ്ടി വന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ഒരു ഷോർട്ട് ടൈം മാത്രമേ ഉള്ളൂ. നാം ദൈവത്തിൽ പ്രത്യാശ ഉള്ള ദൈവമക്കളായിരിക്കണം. നാം ദൈവത്തോടു കൂടെ നടന്നാൽ മാത്രമേ ദൈവം ആരെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഉള്ള ജീവിതകാലം കർത്താവിനോടൊരുമിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ ബഹുമാനിച്ച്, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇസ്രായേൽ ഈജിപ്ത് വിട്ടിട്ടും ഈജിപ്തിന്റെ സ്വഭാവം വിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈജിപ്ത് വിട്ടു, മിസ്രൈം വിട്ടു, പക്ഷെ അതിന്റെ പല സ്വഭാവങ്ങളും ഇന്നും ഫോളോ ചെയ്യുക. അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. നമുക്ക് വേണ്ടിയത് ഈജിപ്തിന്റെ സ്വഭാവമല്ല, ദൈവിക സ്വഭാവം. നമുക്ക് വേണ്ടിയത് ഈജിപ്തിന്റെ സ്വഭാവമല്ല, കനാന്റെ സ്വഭാവം, ദൈവിക വാഗ്ദത്തങ്ങളുടെ സ്വഭാവം. അതിലേക്ക് നാം എത്തണം. നാം മനസ്സിലാക്കണം, ആരുടെ കൂടെയാണ് കൂടുതൽ നടക്കുന്നത് അവരുടെ ക്യാരക്ടർ നമ്മളിലേക്ക് വരും. ഒരു മനുഷ്യന്റെ കൂടെ എന്നും കൂട്ടുകെട്ടി നടന്നാൽ അവന്റെ സ്വഭാവങ്ങൾ നമ്മളിൽ പകരപ്പെടും. എന്നാൽ യേശുവിനോടൊപ്പമുള്ള യാത്രയാണെങ്കിൽ യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ ക്യാരക്ടർ നമ്മളിൽ വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്യാരക്ടർ യേശുവിൻ്റെതായി മാറും. യേശുവിന്റെ ആ സ്നേഹമുള്ള ഹൃദയം നമുക്കുണ്ടാകും. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും 6 അടി മണ്ണിന് വേണ്ടിയുള്ളവരാണ്. ഇനി അധിക നാളൊന്നും ഈ ഭൂമിയിലില്ല. നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. എത്ര വലിയ പ്രൗഢിയോടെ ജീവിച്ചാലും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലും നാം ഈ ലോകം വിടേണ്ടിയവരാണ്. ടൈറ്റിൽ എന്നുള്ളതിന് വേണ്ടി വഴക്കുണ്ടാക്കാതെ യേശുവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നാം എല്ലാവരും ഒരുങ്ങുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്ന വലിയ പദവി, വലിയ നന്മ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ദൈവമേ അങ്ങ് കൽപ്പിക്കണമേ. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ജോസഫിനെ പോലെ ഭക്തിയോട് ജീവിക്കാൻ ഇടയാക്കണമേ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നും നിലനിൽക്കുവാൻ ഇടയാക്കണമേ. രോഗികളുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. ഏത് പ്രശ്നത്തിൽ അവരായിരിക്കുന്നോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. അങ്ങ് വലിയ അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ. God bless you. Love you.